വിപുലമായ തോതിൽ ഹാഫിളീങ്ങളെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഹാഫിളീങ്ങളെ വേണം എന്ന് അറിയിച്ചു. അവരെ പരിശോധിക്കാൻ അബൂദാബി ഔഖാഫിൽ നിന്ന് ആളുകൾ വന്നു. നമ്മൾ 150 ആളുകളെ അവരെ മുമ്പിൽ ഹാജരാക്കിയതിൽ 120 ആളും പാസ്സായി. അവനെല്ലാം ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അതേസമയത്ത് വേറൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മളെ പേര് പോലെ തന്നെ തുല്യതയുള്ള ഒരു പേരിട്ട് സ്ഥാപനത്തിൽ അവിടുന്ന് 300 ആള് വന്ന് അതിൽ 30 ആള് ജയിച്ചു. 30 ആളാ ജയിച്ചത്. ഇന്റർവ്യൂ എല്ലാം ഒന്ന് തന്നെ ഒറ്റ സ്ഥലത്തിരുത്തിയിട്ടാ ഇന്റർവ്യൂ. നമുക്ക് 150 ആളിൽ 120 ആള്. അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തഹ്ഫീദുൽ ഖുർആൻ, അത് മർക്കസിൽ നിന്ന് പാസ്സായ തഹ്ഫീദുൽ ഖുർആന്റെ ഹാഫിളീങ്ങൾ അൽഹംദുലില്ലാഹ് മർക്കസിൽ നിന്ന് അബ്ദുർ റഷീദ് സഖാഫി പാസ്സായി വന്നു. ഇവിടെ നാറുൽ ഫലാഹ് തുടങ്ങി. അദ്ദേഹം കഴിഞ്ഞ വർഷം 10 പേരെയും ഈ വർഷം 15 പേരെയും ഹാഫിളീങ്ങളാക്കി വിട്ടു. അങ്ങനെ നമ്മുടെ സഖാഫികൾ പലരും വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കി. ആ സ്ഥാപനത്തിൽ നിന്നെല്ലാം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളെ പുറത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മർക്കസു സഖാഫത്തി സുന്നിയിൽ നിന്ന് 8000-ഓളം വരുന്ന സഖാഫികൾ മാത്രം പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാത്തവർ വേറെയുണ്ട്. 75,000-ഓളം കുട്ടികൾ ഈ കഴിഞ്ഞ കാലയളവിൽ മർക്കസിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അത് 8000-ഓളം സഖാഫികൾ തന്നെ ഉണ്ട്. ആ സഖാഫികളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ കാമിലായ ഹിഫ്ളാക്കിയവരും ഉണ്ട്. ഈ ഹിഫ്ള് ഉള്ളവരും അല്ലാത്തവരും വേറെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങുന്നു, മദ്രസ തുടങ്ങുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ കലാം ഇവിടെ നിലനിർത്താനുള്ള എല്ലാ വഴികളും ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഇറക്കി, തീർച്ചയായും നമ്മൾ അതിനെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ഇതാ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ എത്ര സഹായം ചെയ്താലും എത്ര ഫണ്ട് കൊടുത്താലും അത് വെറുതെയായി പോവുകയില്ല കേട്ടോ. അല്ലാഹുവിന്റെ കലാം ഒരു ഹർഫ് ഒരു കുട്ടി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ബാ, ആ ഒരൊറ്റ ബാന്റെ അർത്ഥം എഴുതപ്പെട്ടിട്ടുള്ളത് എത്രയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം ഞാൻ എഴുതുകയാണെങ്കിൽ 70 ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഞാൻ എഴുതുമായിരുന്നു. ആരാണ് പറഞ്ഞത്? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബഅബുഹാ. ഞാൻ ഇൽമിന്റെ രാജ്യമാണ്, അലി ഇബ്നു അബീ ത്വാലിബ് അതിന്റെ കവാടം മാത്രമാണ്. ഇൽമിന്റെ രാജ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, ആ രാജ്യത്തേക്ക് കടക്കുന്ന കവാടം മാത്രമായി ഉള്ള അലി ഇബ്നു അബീ ത്വാലിബ് പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥം എഴുതുന്ന പക്ഷം 70 ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ് പരിശുദ്ധ ഖുർആൻ? ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി
ولو جئنا بمثله مددا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ കലിമാത്തുകൾ ലൗ കാനൽ ബഹ്റു ഇദാതൻ ലികലിമാത്തി റബ്ബി, അല്ലാഹുവിന്റെ കലിമാത്തുകൾ എഴുതുന്നതിൽ കടല് വെള്ളം മുഴുവനും മഷിയായി, എന്നാൽ ലനഫിദൽ ബഹ്റു, കടല് വറ്റിപ്പോകും. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ, ഇനി ഇതുപോലുള്ള മറ്റൊരു കടലും കൂടി മഷിയാക്കി കൊണ്ടുവന്നാലും, എന്നല്ല 7 കടല് കൊണ്ടുവന്നാലും, അതുകൊണ്ട് മുഴുവനും എഴുതി തീർന്നാലും അല്ലാഹുവിന്റെ കലിമാത്ത് എഴുതാൻ സാധ്യമല്ല. അങ്ങനത്തെ കലിമാത്ത്, ആ കലിമാത്തിൽപ്പെട്ട ഖുർആൻ ഏറ്റവും വലിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഹാഫിളീങ്ങൾ ഉണ്ടെങ്കിൽ ഹാഫിളീങ്ങളോട് പറയാനുള്ളത്, അവ്വലു ഇൽമിൻ യുൻസ, ആദ്യമായി മറന്നുപോകുന്ന ഇൽമാണ് ഖുർആൻ. ഖുർആൻ പഠിച്ചാൽ വേഗം മറന്നുപോകും. വെള്ളത്തിൽ നീന്താൻ പഠിച്ചാൽ മറന്നുപോകില്ല, സൈക്കിൾ ചവിട്ടാൻ പഠിച്ചാൽ മറന്നുപോകില്ല, അങ്ങനെ പലതും മറന്നുപോകാത്തതുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ കലാമ് ഇവിടെ പഠിച്ചാൽ പെട്ടെന്ന് മറന്നുപോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും അത് ആവർത്തിച്ച് ഓതണം. ഖുർആൻ ഹിഫ്ളാക്കാത്ത ജനങ്ങളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചാൽ ഒരു അല്പമെങ്കിലും അര ജുസ്എങ്കിലും ഖുർആൻ ഓതണം. മർക്കസു സഖാഫത്തി സുന്നയിൽ ഞങ്ങൾ ദൗറത്തുൽ ഖുർആൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 4 മാസം കൊണ്ടെങ്കിലും ഒരു ഖതമ് തീർക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ 4 മാസം കൂടുമ്പോൾ മർക്കസു സഖാഫത്തി സുന്നയിൽ 1000കണക്കിന് ഖതം തീർത്ത ആളുകൾ വരുന്നു. അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ദുആ ചെയ്യുന്നു, അവർ ഹദിയ ചെയ്യുന്നു. ഈ അടുത്ത ദിവസം ദൗറത്തുൽ ഖുർആൻ വരികയാണ്. അടുത്ത ശനിയാഴ്ച നിങ്ങളെല്ലാവരും പരിശുദ്ധ ഖുർആൻ അധികമായി ഓതണം. എല്ലാവരും ഖുർആൻ അധികമായി ഓതണം. എല്ലാ ദിവസവും ഖുർആൻ ഓതണം. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ആ ഖുർആൻ ശരിക്കും ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു വീട്